നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ ഒരു പാഷൻ നോക്കണം. നമുക്ക് അവിടെ എന്തൊക്കെ സാധ്യതകൾ, ഇപ്പം പാഷൻ ആണെന്ന് പറഞ്ഞ ഒരു കാര്യം പഠിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിൽ ചെലവ് മാത്രമല്ലേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം, നമുക്ക് അതിനുള്ള ഒരു സ്കില്ലുണ്ടോ എന്ന് കൂടെ നോക്കണം. കാരണം അധികം സംസാരിക്കാത്ത, അധികം ആൾക്കാരോട് ഇടപെടാത്ത ഒരാൾ ഈ പറയുന്നത് പോലെ മാർക്കറ്റിംഗ് പോലൊരു മേഖലയിൽ കൊണ്ടുപോയി കൈവച്ച് കഴിഞ്ഞാൽ കൈകൊള്ളും. അതേസമയം അവർക്ക് ഈ ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഈ പറയുന്ന IT അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ എക്സൽ ചെയ്യാനും പറ്റും. പേരൻസിന് എന്നാന്ന് വെച്ചാൽ അവിടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ട്, അവർ പറയും ഇന്ന കോഴ്സിന് പോയാലേ സെറ്റിൽ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജോലി കിട്ടുള്ളൂ, അങ്ങനെ ഒരു മിഥ്യാധാരണയുണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവർ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അതിന് തൊഴിൽ കിട്ടും. കാരണം പെയ്ഡ് ഇന്റേൺഷിപ്പ് ഉണ്ട്. മിക്കവാറും യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാ പ്രോഗ്രാമിനും തന്നെ പെയ്ഡ് ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഉണ്ട് താനും. പിന്നെ ഓസ്ട്രേലിയക്ക് തന്നെയുണ്ട് കേട്ടോ, റിലയബിൾ സോഴ്സ് ഉണ്ട്, നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഈ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്താണ്, അതിന് എത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവർക്കും വെരിഫൈ ചെയ്യാം. ഗ്രാജുവേറ്റ് ഔട്ട്കം സർവേ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. എല്ലാം ഗവൺമെന്റ് വെബ്സൈറ്റുകൾ തന്നെയാണ്. അതിൽ തന്നെയുണ്ട് ഓരോ ഇൻഡസ്ട്രി, അതിൻ്റെ ഗ്രോത്ത്, ഫ്യൂച്ചർ ഇപ്പോൾ 2030 വരെയുള്ള അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, അതിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, മീഡിയൻ സാലറി, അങ്ങനെ ഫുൾ ഇൻഫർമേഷൻ അവർക്ക് തന്നെ കിട്ടും. R2 Services, Australian Study Experts.